ദേശീയപാത 85 നേരിമംഗലം വനമേഖലയിലെ നിർമ്മാണ പ്രതിസന്ധി ഇനിയും പരിഹരിക്കപ്പെട്ടിട്ടില്ലെന്ന പരാതിയുമായി ദേശീയപാത സംരക്ഷണ സമിതി രംഗത്ത്. നിർമ്മാണ വിഷയത്തിൽ തീരുമാനമെടുക്കുവാനുള്ള അവകാശം ചീഫ് സെക്രട്ടറിയെ ഹൈക്കോടതി ഏൽപ്പിച്ചിട്ടും വിഷയത്തിൽ ഫലപ്രദമായ ഇടപെടൽ ഉണ്ടാവുകയോ മുമ്പോട്ട് പോക്ക് ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല എന്ന് ദേശീയപാത സംരക്ഷണ സമിതി ആരോപിക്കുന്നു. നിർമ്മാണ പ്രവർത്തനത്തിനെത്തിയ കരാർ കമ്പനിയെ വനം വകുപ്പ് തടയുന്ന സാഹചര്യമാണുള്ളതെന്നും ഇതേ നിലപാട് തുടർന്നാൽ വീണ്ടും ജനകീയ സമരവുമായി രംഗത്ത് വരേണ്ടി വരുമെന്നും ദേശീയപാത സംരക്ഷണ സമിതി മുന്നറിയിപ്പ് നൽകുന്നു. ദേശീയപാത 85 നിർമ്മാണ പ്രതിസന്ധി രൂപം കൊണ്ടിട്ട മാസങ്ങൾ കഴിയുകയാണ്. നിർമ്മാണ പ്രതിസന്ധി രൂപം കൊണ്ട ശേഷം നടന്ന കോടതി വ്യവഹാരങ്ങൾക്കൊടുവിൽ നിർമ്മാണ വിഷയത്തിൽ തീരുമാനമെടുക്കാനുള്ള അവകാശം ഹൈക്കോടതി ചീഫ് സെക്രട്ടറിയെ ഏൽപ്പിച്ചിരുന്നു. എന്നാൽ ഇതിനുശേഷവും വിഷയത്തിൽ ഫലപ്രദമായ ഇടപെടൽ ഉണ്ടാവുകയോ മുമ്പോട്ട് പോക്കുണ്ടാവുകയോ ചെയ്തിട്ടില്ലെന്ന് ദേശീയപാത സംരക്ഷണ സമിതി ആരോപിക്കുന്നു. വനമേഖലയിൽ നിർമ്മാണത്തിനെത്തിയ കരാർ കമ്പനിയെ വനംവകുപ്പ് തടയുന്ന സാഹചര്യമാണുള്ളതെന്നും ഇതേ നിലപാട് തുടർന്നാൽ വീണ്ടും ജനകീയ സമരവുമായി രംഗത്ത് വരേണ്ടി വരുമെന്നും ദേശീയപാത സംരക്ഷണ സമിതി മുന്നറിയിപ്പ് നൽകുന്നു. ഇത്രയും വളരെ പ്രാധാന്യമുള്ള ഈ റോഡ് ഇതുപോലെ തടഞ്ഞു വച്ചിരിക്കുന്നത് ഗവൺമെന്റിന്റെ കെടുകാര്യസ്ഥതയും നിരുത്തരവാദപരവും ഇടുക്കി ജില്ലയോടുള്ള ഇടുക്കിയിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയുമാണ്, ഇടുക്കിയിലുള്ള അവഗണനയാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് എത്രയും വേഗം ഗവൺമെൻറ് ഈ കാര്യത്തിൽ നിലപാട് സ്വീകരിക്കണം. അല്ലാത്ത പക്ഷം ശക്തമായ പ്രക്ഷോഭങ്ങൾ ഇനിയും ഈ പ്രദേശത്തെ ജനങ്ങൾ യാതൊരുവിധ രാഷ്ട്രീയ പരിഗണനകളും നോക്കാതെ രംഗത്ത് വരുന്ന വളരെയധികം ആളുകളുണ്ട്. ആ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സമര പരിപാടികൾ ആരംഭിക്കേണ്ടി വരും. വാളറ മുതൽ നേരിമംഗലം വരെയുള്ള ഭാഗത്തെ നിർമ്മാണ ജോലികളാണ് മാസങ്ങളായി മുടങ്ങിക്കിടക്കുന്നത്. നിർമ്മാണാരംഭത്തിൽ പാതയോരത്ത് നിന്ന് മണ്ണ് നീക്കുകയും ഓടകളുടെ നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തിരുന്നു. ഇതിനുശേഷമായിരുന്നു നിർമ്മാണം തടസ്സപ്പെട്ടത്. ദേശീയപാതയിൽ മറ്റ് ഭാഗങ്ങളിൽ ദ്രുതഗതിയിൽ നിർമ്മാണം മുമ്പോട്ട് പോകുന്നുണ്ട്. ഏറ്റവും അടിയന്തരമായി നിർമ്മാണം നടക്കേണ്ടുന്ന ഭാഗത്താണ് തടസ്സവാദം പ്രതിസന്ധി തീർത്തിട്ടുള്ളത്. ഇതിനോടകം വിഷയത്തിൽ നിരവധി സമരങ്ങൾ നടന്നു കഴിഞ്ഞു. ഇക്കാര്യത്തിൽ സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നാണ് ദേശീയപാത സംരക്ഷണ സമിതിയുടെ ആവശ്യം. സിറ്റി വിഷൻ, അടിമാലി.